എല്ലാ പ്രിയപ്പെട്ട കാർട്ടൂൺ പ്രേമികൾക്കും ഹക്കോസ് കാർട്ടൂൺ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വമായ സ്വാഗതം. ഇന്നലത്തെ മനോരമയിൽ വന്ന ഒരു വാർത്തയാണ് ഈ കാർട്ടൂൺ ഇന്നിപ്പോൾ ഈ വരയ്ക്കാൻ പോകുന്ന കാർട്ടൂണിന് ആധാരം. അത് ഇങ്ങനെയാണ്, അതിൻ്റെ ഹെഡിങ് ഇങ്ങനെയാണ്: വിവരാവകാശ നിയമം വിജിലൻസിനെയും ഒഴിവാക്കുന്നു, അഴിമതി അങ്ങനെ അറിയേണ്ട. അതാണ് ഹെഡിങ്. നിയമപരിധിയിൽ നിന്ന് ഒഴിവാക്കാൻ ആവശ്യപ്പെട്ടത് വിജിലൻസ് ഡയറക്ടറാണ്. നടപടി വിവാദ കേസുകളിൽ പൊതുജനം വിവരം തേടിയതോടെ. അതായത് അഴിമതി കേസുകൾ അന്വേഷിക്കുന്ന സംസ്ഥാന വിജിലൻസ് വിഭാഗത്തെ പൂർണ്ണമായും വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കാൻ സർക്കാർ നടപടി തുടങ്ങി. അതായത് പ്രധാനപ്പെട്ട കേസുകളുടെ ഒന്നും നിജസ്ഥിതി അറിയാനോ അതിൻ്റെ അനന്തര നടപടി അറിയാനായിട്ടൊന്നും നമുക്കിനി വിവരാവകാശ നിയമം വഴി സാധ്യമല്ല. അപ്പോൾ ഈ പിണറായി മന്ത്രിസഭ വന്നേ പിന്നെ ഈ അറിയാനുള്ള അവകാശത്തിൻ്റെ പുറത്തും നിയമത്തിൻ്റെ പുറത്തുമൊക്കെ ഈ അവകാശത്തിൻ്റെ കടക്കിലുമൊക്കെ കത്തിവെക്കുന്ന ഒരുപാട് നടപടികൾ കൈക്കൊണ്ടു. അതിൽ പ്രധാനപ്പെട്ട തന്നെ നമ്മുടെ ലോകായുക്തയുടെ ചിറകരിഞ്ഞ സംഭവം. അതുപോലെ തന്നെ ഇപ്പോൾ അടുത്ത ഒരു കാൽവെപ്പാണ് ഈ കാണുന്നത്. അതായത് ADM നവീൻ ബാബു ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ട പരാതി അടക്കം വിവാദമായ ഒട്ടേറെ കേസുകൾ, അതിൻ്റെ കാര്യങ്ങൾ അറിയാനായിട്ട് പൊതുജനം ഈ വിവരാവകാശ നിയമം വഴി ശ്രമിക്കുന്നുണ്ടായിരുന്നു. അതിനെ ഇല്ലാതാക്കാനാണ് ഇപ്പോൾ സർക്കാർ പുതിയ വഴി തേടിയിരിക്കുന്നത്. അതായത് ഇതൊന്നും വെളിയിൽ വരുത്താനായിട്ട് പിന്നെ വിവരാവകാശം വഴി പുറത്തുവിടേണ്ടതാണ് പുതിയ തീരുമാനം. അപ്പം നേരത്തെ GST, ഇൻ്റലിജൻസ് ബ്യൂറോ, ഡയറക്ടറേറ്റ് ഓഫ് എൻഫോഴ്സ്മെൻറ്റ്, CBI, NIA, നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ, സ്പെഷ്യൽ ബ്രാഞ്ച്, ക്രൈം ബ്രാഞ്ച്, ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ച്, ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ, ആഭ്യന്തര വകുപ്പ്, ഇത് കണക്കുള്ള കാര്യങ്ങളൊന്നും നേരത്തെ തന്നെ വിവരാവകാശ നിയമം വഴി അറിയാൻ പൊതുജനങ്ങൾക്ക് അവകാശമില്ലായിരുന്നു. ഇപ്പോൾ വിജിലൻസ് അന്വേഷണവും കൂടെ ഇതിൻ്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കുകയാണ്. ഈ സത്യം പറഞ്ഞാൽ പിന്നെ ഈ വിവരാവകാശ നിയമം കൊണ്ട് എന്താണ് ഗുണമെന്ന് നമുക്ക് തോന്നാം. അപ്പോൾ ഈ സംഭവത്തെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു കാർട്ടൂണാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. അതായത് പൊതുജനത്തിന് വിവരം അറിയാനുള്ള ഒരു അവകാശത്തിൻ്റെ കടക്കിൽ കത്തിവെക്കുന്ന സർക്കാരിൻ്റെ ഈ നടപടിക്കെതിരെയുള്ള ഈ നീക്കത്തിനെതിരെയാണ് ഇന്നത്തെ കാർട്ടൂൺ. എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്നേഹപൂർവ്വമായ സ്വാഗതം. ഇതാണ് കാർട്ടൂണിൻ്റെ റഫ്. ഇതാണ് പിന്നെ വിവരാവകാശ നിയമം എന്ന് പറഞ്ഞാൽ ഈ കുരയ്ക്കുന്ന ഒരു നായയാണ്. ആ നായയുടെ ഈ പല്ല് നമ്മുടെ സർക്കാർ പറിച്ചെടുക്കുകയാണ്. അത് കടിച്ചാലും സർക്കാരിന് മുറിയരുത്. നമുക്കിനി ഇതിൻ്റെ ഇങ്കിങ്ങിലോട്ട് കടക്കാം. കാർട്ടൂൺ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഒരു അടിക്കുറിപ്പുണ്ട്, ആ പത്രവാർത്ത. അത് നമുക്ക് കമ്പോസ് ചെയ്ത് വെച്ച് കഴിഞ്ഞപ്പോൾ ലാസ്റ്റ്
ഒന്നുകൂടെ കാണാം. ഈ ആഴ്ചത്തെ കാർട്ടൂണിൽ നിന്ന് വിട പറയുന്നു. കാർട്ടൂൺ ഷോ ഹക്കു.